നമസ്കാരം, ഞാൻ മുൻഷി രഞ്ജിത്ത്. കൊടും വേനലിലൂടെ ഒരു മാർച്ച് മാസം കൂടി കടന്നു പോകുന്നു. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയായി. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മറുനാടൻ മലനാട്ടിലേക്ക്. നമുക്കിന്ന് ഇക്കാക്കാൻ്റെ ചായക്കടയിലേക്ക് പോവാം. അതിങ്ങ് കേരളത്തിലല്ല, അങ്ങ് മറുനാട്ടിൽ ദുബായിലെ നൈഫിലാണ് ഇക്കാക്കാൻ്റെ ചായക്കട. തനി നാടൻ ഭക്ഷണങ്ങൾ തനി നാടൻ രീതിയിൽ തന്നെ പാകം ചെയ്ത് നമ്മുടെ തീന്മേശയുടെ മുമ്പിലെത്തിക്കുന്നു ഇക്കാക്കാൻ്റെ ചായക്കടയിൽ. നാവിനും ആമാശയത്തിനും ഒരുപോലെ രുചികരവും ആരോഗ്യകരവുമാണ് ഇക്കാക്കാൻ്റെ ചായക്കടയിലെ ഭക്ഷണങ്ങൾ. ആ വിഭവങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ ഇക്കാക്കാൻ്റെ ചായക്കടയിൽ വന്നാൽ മതി. അപ്പോഴറിയാം നിങ്ങൾക്ക് നമ്മുടെ ഇത്താത്ത ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ മുഹബത്ത്. എൻ്റെ ഫ്രണ്ട്സാർ, നമ്മൾ ഈ ദുബായിൽ പ്രവാസ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ തലശ്ശേരി വിഭവങ്ങളും പലഹാരങ്ങളും നല്ല ദം ബിരിയാണിയൊക്കെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 10-25 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം, അതായത് കലർപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു തീരുമാനമായിരുന്നു, നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുതന്നെയായിരുന്നു നമ്മളുടെ തുടക്കം മുതലുള്ള തീരുമാനവും. അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് ഓയിലാണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികൾ ഒക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യും. അതും ഫസ്റ്റ് ക്വാളിറ്റി സാധനം, ഏറ്റവും നല്ല വെജിറ്റബിളും ഏറ്റവും ക്വാളിറ്റിയുള്ള റൈസാണെങ്കിലും മറ്റുള്ള ഏതൊരു സാധനം നമ്മളത് ഫ്രഷാണ് നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റ്, പിന്നെ അതുപോലെ ഫിഷ് അന്നന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു തരത്തിലുള്ള കലർപ്പില്ല, കളറില്ല, പേസ്റ്റ് ഇല്ല, അജിനോമോട്ടോ ഇല്ല, ഇതൊന്നും ഇല്ലാതെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും പറയുന്നത് അത് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു പ്രതീതിയാണ് അവർ. ഇപ്പം നമ്മളിത് സ്ഥാപനം തുടങ്ങിയിട്ട് 3-4 മാസമായി. ഈ 4 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നത് മറ്റുള്ളവരിൽ വെച്ച് ഒരുപാട് വ്യത്യാസം തോന്നുന്നത് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള വയറ് പുകച്ചൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള റിവ്യൂസ് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഗൾഫിൽ വന്നിട്ട് ഒരുപാടായെങ്കിലും ഒരുപാട് വർഷമായിട്ട് ഹോട്ടൽ മെസ്സിനെ കഴിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ നമ്മൾ ധൈര്യം ഒരുപാട് ഹോട്ടലിൽ മാറി മാറി കഴിക്കുന്ന വ്യക്തി കൂടിയാണ്. കാരണം റൂമിൽ ഭക്ഷണം ആക്കുന്ന സൗകര്യമില്ല, അത് കാരണം തന്നെ ഹോട്ടൽ ആശ്രയം. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ ഇക്കാക്കാൻ്റെ ചായക്കട നല്ല ഭക്ഷണമാണ്, വയറിന് കേടില്ല. സത്യസന്ധത പറയാൻ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, വയറിനും നമുക്കും മൊത്തത്തിൽ സംതൃപ്തിയാണ്. മെയിനായിട്ടുള്ള വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി മെയിനായിട്ടുള്ളത്. പിന്നെ വരുന്നത് തേങ്ങാപ്പത്തിൽ, അരിയ റൊട്ടി, ഗോതമ്പ് ദോശ, നെയ്പത്തിരി, മുട്ടമാലപ്പത്തിരി, ഇങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. ആട്ടിൻ്റെ തല വരട്ടിയത്, പിന്നെ ചിക്കൻ ഇഷ്ടു, അതുപോലെ കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തലശ്ശേരി കിട്ടുന്ന നാടൻ വിഭവങ്ങൾ, നമ്മുടെ നാടൻ പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഉന്നക്കായി, കായ് നിറച്ചത്, ഇറച്ചിപ്പത്തിൽ, പെട്ടിപ്പത്തിൽ, അതുപോലുള്ള നല്ല എന്താ പറയുക മീൻ പത്തിൽ, പുഴുങ്ങപ്പത്തിൽ, ഇതൊക്കെ വളരെ വായിൽ വെള്ള ഊറുന്ന നമ്മുടെ തലശ്ശേരിക്കാരുടെ ഏറ്റവും തനതായ വിഭവങ്ങളാണ്. നമ്മുടെ തറവാടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത അതേ ഭക്ഷണം അതേ രുചിയോടുകൂടി നിങ്ങൾക്ക് കിട്ടും. അതായത് ചുരുക്കം പറഞ്ഞാൽ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് പറയാവുന്ന രീതിയിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കും പ്രവർത്തനവും. ഞാൻ ദുബായിൽ 4 വർഷമായിട്ട് ജോബ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടെ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ നാടൻ പേരിലുള്ള ഒരു കട, ഇക്കാക്കാൻ്റെ കട വന്നത് ഇന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന കണ്ടീഷനിൽ ഇവിടെ വന്നതാണ്. പിന്നെ ഇവിടെ ഫുഡ് ഓക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എല്ലാം കൊണ്ട് ഒരു മായം കലരാതെ ഫുഡാണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം. നമ്മുടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ
നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡെലിവറോ എന്നുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ വിത്തിൻ 40 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം എത്തും. അത് നിങ്ങൾ അതിൻ്റെ റിവ്യൂസ് നമുക്ക് തരിക ഡെലിവറിയിലൂടെ, അത് നമുക്കും കൂടെ ഗുണം ചെയ്യുന്നതാണ്. ഞാനൊരു ചേർത്തലക്കാരനാണ്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ റിയലി എൻജോയ് തലശ്ശേരി ഫുഡ്. മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്, അതും തലശ്ശേരിക്കാരിയാണ്. പ്രൊഫഷണൽ ഷെഫ് തന്നെയാണ്. ആ വിഭവങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ ഇക്കാക്കാൻ്റെ ചായക്കടയിൽ വന്നാൽ മതി. അപ്പോഴറിയാം നിങ്ങൾക്ക് നമ്മുടെ ഇത്താത്ത ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ മുഹബത്ത്.